RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ ചർച്ച LDF-ൽ ഉന്നയിക്കാൻ CPI. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ നാളത്തെ മുന്നണി യോഗത്തിൽ CPI ആവശ്യപ്പെടും. ADGP ദത്താത്രേയ ഹൊസബളെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവരണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. RSS പ്രധാന സംഘടനയാണെന്ന സ്പീക്കറുടെ പരാമർശത്തിനും CPIയുടെ വിമർശനം. ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. അക്കാര്യം CPI പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഗാന്ധിവധത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഷംസീറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ വിവാദം കൊഴുക്കുമ്പോഴും മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി. അതേസമയം സ്പീക്കർ AN ഷംസീർ RSSന് മംഗളപത്രം നൽകുകയാണെന്ന് K മുരളീധരൻ കുറ്റപ്പെടുത്തി. പല മാർക്സിസ്റ്റ് നേതാക്കന്മാരും അജിത് കുമാറും BJP ആയിട്ടുള്ള കൂടിക്കാഴ്ചയെ വളരെ മൈൽഡായിട്ടാണ് കണ്ടതെങ്കിൽ RSSന് മംഗളപത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് സ്പീക്കറുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അതിനിശ്ചിതമായി വിമർശിക്കാൻ മാത്രമല്ല, മുന്നണിയുടെ LDF-ന് വേണോ എന്ന് പോലും CPI ആലോചിക്കേണ്ട സമയമായി. ഞാൻ ജുഡീഷ്യൽ എൻക്വയറി നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഇന്നോ നാളെയോ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിന്റെ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ പ്രതികരണങ്ങൾ? അപ്പോൾ നാളത്തെ മുന്നണി യോഗം വളരെ നിർണായകമാകുമല്ലോ. ഒരുപക്ഷെ അതുകൂടി കഴിഞ്ഞിട്ട് മാത്രമേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയുള്ളൂ. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മുന്നണി യോഗത്തിന് മുൻപ് MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അതങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ മുന്നണി യോഗത്തിൽ തന്നെ വല്ലാതെ മുഖ്യമന്ത്രി മറുപടി പറയാൻ വിയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ മാധ്യമപ്രവർത്തകരെ കാണുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ സ്ഥലം മാറ്റം ഉൾപ്പെടെ അതല്ലെങ്കിൽ പദവി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാതെ എങ്ങനെ മാധ്യമങ്ങളെ കാണുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ നടപടി ഉടൻ എന്ന് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയെങ്കിലും അതൊന്നും ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല, ഇന്ന് തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയിൽ, ആ പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ സമീപകാലത്ത് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും 5 മിനിറ്റ് വീതം സംസാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കടന്നുപോയത്. പക്ഷേ MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാത്രം മിണ്ടാട്ടമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അത് CPIM-നുള്ളിലാണെങ്കിലും കാര്യങ്ങൾ ഇനി സർക്കാർ തീരുമാനിക്കട്ടെ എന്നൊരു കടുത്ത ഭാഷയിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പോയിരുന്നു. ഇപ്പോൾ CPI പരസ്യമായി തന്നെ MR അജിത് കുമാർ എന്താണ് RSS കൂടിക്കാഴ്ചയിൽ നടത്തിയതെന്ന് വ്യക്തമാക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്പീക്കർ അതിനിടെ നടത്തിയ പ്രസ്താവന കൂടി വലിയ വിവാദമാവുകയും ചെയ്തു. അതിലും CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. CPI നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് MR അജിത് കുമാറിനെ ചുമതലകളിൽ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അത് നാളെ ചേരുന്ന LDF യോഗത്തിൽ അത് ഉന്നയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും CPIക്കൊപ്പം തന്നെ കേരള കോൺഗ്രസ് M-നെ പോലുള്ള പാർട്ടികളും ആ നിലയിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. അത് സർക്കാരിനെയും CPIM-നെയും വല്ലാതെ പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കും എന്നുള്ള കാര്യം നമ്മൾ തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നതാണ്. വിജയകുമാർ. യെസ്, ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പൊതുപരിപാടി, ആ പരിപാടിയിൽ ഈ വിഷയം ഒഴികെ ഒട്ടുമിക്ക വിവാദങ്ങളും മുഖ്യമന്ത്രി അതിനെപ്പറ്റിയൊക്കെ പരാമർശമുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ RSS ADGP കൂടിക്കാഴ്ച സംബന്ധിച്ച് വലിയ വിവാദമുണ്ട്. മുന്നണിയിലെ ഘടകകക്ഷികളടക്കം അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തേടുന്നു. പക്ഷേ അതിൽ പ്രതികരണം ഉണ്ടായില്ല. അതിനിടെയാണ് RSS ഒരു പ്രധാന സംഘടന എന്ന സ്പീക്കറുടെ പരാമർശവും വലിയ ചർച്ചയാകുന്നത്. ഈ വിഷയങ്ങളിൽ CPI നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. നാളത്തെ മുന്നണി യോഗത്തിൽ ഇത് ഉന്നയിക്കും എന്നാണ് വിവരം. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.